നവ്യയും കൂടിയിട്ട് മുറിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ അപ്പൊ ആദർശനെല്ലാം പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പറയാതിരുന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ തന്നെയായിരിക്കും കുടുങ്ങുക. ചേച്ചി രക്ഷപ്പെടും, പിന്നെ ഞാനായിരിക്കും കുടുങ്ങാൻ പോവാ. ആദർശേട്ടൻ അങ്ങനെയൊന്നും ഒരു കുഴപ്പമില്ലെന്ന് പറയുന്നുണ്ട്. നവ്യ പറയാണ്, ആദർശേട്ടൻ ഞാനൊരു മോശക്കാരിയായ പെണ്ണാന്ന് കരുതി കാണുമെന്ന് ചോദിക്കുമ്പോൾ നീ ഫോട്ടോസ് ഒക്കെ കാണിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അതെല്ലാം കാണിച്ചു. ആദർശേട്ടൻ സത്യമാണെന്ന് തോന്നി നമ്മുടെ കൂടെ തന്നെ നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്, അതുകൊണ്ട് അതിനെല്ലാം കാണിച്ചെന്ന് പറയാണ്. എങ്കിലും വേണ്ടായിരുന്നു പറയുമ്പോൾ അത് വേണം ചേച്ചി, ആരെങ്കിലും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ ആരോടെങ്കിലും പറഞ്ഞൊന്നും ചോദിച്ചാൽ ആദർശനോട് പറഞ്ഞു നമുക്ക് ധൈര്യമായിട്ട് പറയാമല്ലോ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം നീ ഭാഗ്യവതിയാണ്, ആദർശനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയല്ലോ, നിനക്ക് എന്തായാലും എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ സാധിക്കുന്നുണ്ടല്ലോ എന്ന് നവ്യ ചോദിക്കുമ്പോൾ നയന പറയാണ്, അതൊക്കെ ഏതാണ്ട് ശരിയൊക്കെ തന്നെയാണ്, പക്ഷെങ്കിൽ ഓരോരുത്തരുടെ മനസ്സ് ഓരോ രീതിക്കല്ല ചേച്ചി എന്ന് പറയാണ്. എന്റെ കാര്യം നോക്ക്, എനിക്ക് അബിയോടൊന്നും തുറന്നു പറയാൻ പോലും സാധിക്കില്ല. പറഞ്ഞാൽ അപ്പൊ തന്നെ അവൻ അവന്റെ അമ്മയോടും പറയാണ്, നമുക്ക് എന്തായാലും നിർമ്മലിനെ കാണാൻ നമുക്ക് പോകണം, അവനെ പിടിച്ച് ശരിയാക്കണം എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം ആദർശ് അവിടെ ഒളിഞ്ഞൊന്ന് കേട്ടോണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഗോവിന്ദൻ പുറത്തേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴേക്കും കനകം വിഷമിച്ചിരിക്കായിരിക്കും. എന്താ നീ വിഷമിച്ചിരിക്കുന്നത് ചോദിക്കുമ്പോൾ എത്ര ചുറുചുറുക്കോടുകൂടിയ നമ്മുടെ മോള് നടന്നുകൊണ്ടിരുന്നത്, ഇപ്പൊ കണ്ടില്ലേ ഒതുങ്ങി ഒരു മൂലയ്ക്ക് കൂടി ഇരിക്കുകയാണ് എന്ന് പറയാണ്. ഗോവിന്ദൻ പറയാണ്, അങ്ങനെ തന്നെ ഇരിക്കട്ടെ, ഇനി ഒതുങ്ങിക്കൂടിയൊക്കെ ജീവിച്ചാൽ മതി. ഇത്രയും കാലം നമ്മൾ ആൺകുട്ടികളോട് കളിക്കാൻ പോകുമ്പോഴോ ആൺകുട്ടികളായിട്ട് സംസാരിക്കുമ്പോഴോ ഒന്നും നമുക്ക് യാതൊരു പ്രശ്നം തോന്നിയിരുന്നില്ല. അന്നൊക്കെ അവളുടെ മനസ്സിൽ അങ്ങനെ ഇല്ലായിരുന്നു. പക്ഷെ ഇനി നമുക്ക് അങ്ങനെ ഇടാൻ സാധിക്കില്ല. ഇനി അവളെ അടങ്ങി ഒതുങ്ങി പെണ്ണായിട്ട് തന്നെ വീട്ടിൽ ജീവിക്കട്ടെ എന്ന് ഗോവിന്ദൻ പറയുന്നുണ്ട്. ഗോവിന്ദൻ പറയാണ്, ആനിയുടെ അനാമികയുടെ ജീവിതത്തിലെ ഒരു കരടാണ് നമ്മുടെ മകള്. ഇനി കല്യാണം കഴിഞ്ഞാൽ പോലും നമുക്ക് അവർ വീട്ടിലേക്ക് പോകുമ്പം നന്ദുവിനെ കൊണ്ട് പോകാൻ പാടില്ല. കാരണം രണ്ടുപേരും മനസ്സിലത് ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. നമ്മുടെ മോള് കാരണം അത് ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. നീ അവളെ ഉപദേശിക്കുന്നതിനോടൊപ്പം ഇനി അനിയുമായിട്ട് മിണ്ടാനോ കാണാനോ സംസാരിക്കാനോ പാടില്ല എന്നും കൂടി ഒന്ന് പറഞ്ഞു വെച്ചേരെ. അപ്പം അവള് ചോദിക്കുന്നുണ്ട്, നമുക്കെങ്കിൽ ഈ കാര്യം നയനമോട് പറഞ്ഞാലും ചോദിക്കുമ്പോൾ വേണ്ട, നമ്മൾ അറിഞ്ഞ കാര്യം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി, ഇനി മറ്റാരും അറിയണ്ട എന്ന് പറയുകയാണ്. അപ്പോഴേക്കും അനാമിക കനകത്തിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ആന്റി, ഇങ്ങനെ അനാമിക ഒരു കാര്യം പറയാൻ വിളിച്ചതാ, ഇന്ന് ഞാനും അനിയും കൂടി വെഡിങ് കാർഡ് സെലക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ നന്ദുവിനെ കൂടെ കൂടെ കൂട്ടിയാല് നന്ദു പറഞ്ഞ കാർഡ് അവൻ എടുക്കുകയുള്ളൂ. അതുകൊണ്ട് നന്ദുവിനെ അനി വിളിച്ചാലും അവളെ വിടല്ലേ ആന്റി എന്ന് പറയുന്നുണ്ട്. മോളൊന്നും ഓർത്ത് വിഷമിക്കണ്ട, അവളെ എന്തായാലും ഞാൻ വിടില്ല എന്ന് പറയാണ്. ആന്റി, പിന്നെ ഞാൻ വിളിച്ച കാര്യം ആരും അറിയണ്ട, ആരെങ്കിലും അറിഞ്ഞാൽ പിന്നെ അനിയും നന്ദു അറിഞ്ഞാൽ പിന്നെ അതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ ഇല്ല മോളെ സാരമില്ല, എന്തായാലും നന്ദുട്ടം വരില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് ഫോൺ കട്ടാക്കിയിട്ട് പറയാണ്, അനാമികയെ വിളിച്ചത് ഇന്ന് അവർ വെഡിങ് കാർഡ് ചെയ്യാൻ പോവാണെന്ന്. അപ്പൊ നന്ദു ചെന്നാല് നന്ദു ആ കാർഡ് നന്ദു പറഞ്ഞ കാർഡ് അവൻ സെലക്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി വിളിച്ചതെന്ന് പറയുന്നുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ തന്നെ നമ്മുടെ മകളാണ് അവന് സ്വാധീനം കൊടുക്കുന്നത്. വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെക്കാട്ടിലും അവൻ സ്വാധീനം കൊടുക്കുന്നത് നമ്മുടെ മകൾക്ക് തന്നെയാ. അതൊരു പ്രശ്നം തന്നെയാ. അന്ന് അവരുടെ വീട്ടിൽ ഫംഗ്ഷൻ തന്നെ കണ്ടതല്ലേ എന്ന് പറയുമ്പോൾ കനകം പറയാണ്, അതെ, അന്ന് അനാമികനെ മാറ്റി നിർത്തിയിട്ട് എല്ലാ കാര്യങ്ങൾക്കും അവൻ അവളെയാ നന്ദുവിനെ വിളിച്ചത്. അത് അനാമികയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അന്നേ ഞാൻ ശ്രദ്ധിച്ചതാണെന്ന് ഗോവിന്ദൻ പറയുന്നുണ്ട്. കനകം പറയാണ്, അന്ന് എനിക്ക് നല്ല സംശയം തോന്നിയിരുന്നു, അനന്തപുരിക്കാർക്ക് എല്ലാവർക്കും തോന്നിയിരുന്നു. പക്ഷേ ഇത്രത്തോളം അത് വളർന്നു എനിക്ക് മനസ്സിലായത് അന്ന് അനിയുടെ ഫോട്ടോയുടെ പുറകിൽ അവൻ ഐ ലവ് യു എഴുതി വെച്ചിരുന്നപ്പോഴാ എന്ന് പറയുന്നുണ്ട്. എന്തായാലും നീ നന്ദുവിനെ ശ്രദ്ധിച്ചോണം, പുറത്തേക്ക് എങ്ങും വിടണ്ട എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദൻ പോകുന്നുണ്ട്. നീയും നയനയും കൂടിയിട്ട് ഒരുങ്ങി ഇറങ്ങിയിട്ട് അവരിങ്ങനെ നിർമ്മലിനെ കാണാൻ വേണ്ടി പോവാണ്. എനിക്കെന്തോ പേടിയാവുന്നു നയനെ, നമുക്ക് കാണാൻ പോണോ? നന്ദുവിനെ കൂടെ കൂട്ടായിരുന്നു എന്ന് പറയാണ്. നന്ദു വന്നാൽ അവനെ കണ്ടെടുത്ത് തന്നെ ഏത് ജിമ്മനായാലും ഇടിച്ച് പരിപ്പിളക്കുകയാണെന്ന് പറയാണ്. നയനെ പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, ഇപ്പോൾ തന്നെ അവൾ എന്തോ പ്രശ്നത്തിലൊക്കെയാണ്, അതുകൊണ്ട് അവളെ വിളിക്കണ്ട, അവളെ ഇതിലൊന്നും ഇൻവോൾവ് ആക്കണ്ട, അല്ലെങ്കിൽ തന്നെ അവള് ഇതൊക്കെ അറിഞ്ഞാൽ പിന്നെ അവനെ ഇടിച്ച് പപ്പടമാക്കത്തേ ഉള്ളൂ എന്ന് നയനയും പറയുന്നുണ്ട്. എന്നിട്ട് നവ്യ പറയാണ്, എനിക്ക് പേടിയാവുന്നു എന്ന് പറയുമ്പോഴേക്കും എന്നാ പിന്നെ ചേച്ചി ഇവിടെ തന്നെ കയറിയിരുന്നോ, പ്രശ്നം വഷളാവുമ്പോൾ അവൻ ഇങ്ങോട്ട് തന്നെ വന്നോളും എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇന്ന് അവനെ കണ്ടുപിടിച്ച് അവനെ കാര്യം ശരിപ്പെടുത്തണം എന്ന് പറയാണ്. അങ്ങനെ ഇതെല്ലാം ആദർശ് അവിടെ നിന്ന് കേട്ടോണ്ട് നിൽക്കുന്നുണ്ട്. ഓഹോ, അപ്പൊ ചേച്ചിയും അനിയത്തിയും കൂടിയിട്ട് അവനെ കാണാൻ പോകാനുള്ള പ്ലാനാ. എന്തായാലും ഇവരെ പുറകെ ഫോളോ ചെയ്ത് പോകണം, അവനെ ഇന്നലെ കണ്ടുപിടിക്കണം, എന്റെ ഭാര്യ പോലും എന്നെ മനസ്സിലാക്കാത്ത രീതിയിൽ വേണം ഇന്ന് അങ്ങോട്ടേക്ക് പോവാന് എന്ന് ആദർശ് പറയുന്നുണ്ട്. അങ്ങനെ നയനയും നവ്യയും കൂടെ കൂടിയിട്ട് അവരിങ്ങനെ ഒരു ഓട്ടോ വിളിച്ച് ആ സ്ഥലത്തേക്ക് പോയി നിൽക്കുകയാണ്. അങ്ങനെ പോയി നിൽക്കുമ്പോഴേക്കും ആദർശ് വേഷം മാറി അവിടെ ഒരു സിംഗിന്റെ ഒക്കെ വേഷത്തിൽ വന്ന് വണ്ടിയിൽ ഇവരെ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം നയന പറയാണ്, അവൻ ഇവിടെ എവിടെയെങ്കിലും കാണും ചേച്ചിന്ന് വിളിച്ചു നോക്കുന്നു പറയുന്നുണ്ട്. ഇല്ല, നമ്മളെ എങ്ങാനും ഇനി അവിടുന്ന് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിലോ നീ എന്റെ കൂടെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അവൻ വരില്ല, അത് മാത്രമല്ല അവന് ചിലപ്പോൾ ജാരന്മാരെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലോ എന്നൊക്കെ ചോദിക്കാണ്. എന്തായാലും നമുക്ക് ഈ അടുത്തുള്ള ഏരിയയിലൊക്കെ അന്വേഷിച്ച് നോക്കാം, ആ റെസ്റ്റോറന്റ് കണ്ടോ, നമുക്ക് അവിടെ പോയി നേരെ ജ്യൂസ് കുടിച്ചിട്ട് അവനെ കുറിച്ച് അവിടെ പോയി അന്വേഷിക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ഒരു കോഫി ഷോപ്പിലേക്ക് കയറി പോവാണ്.
ഇത് കാണിക്കുന്നത് അനിയാണ് കേട്ടോ. അനി കോഫിയൊക്കെ കുടിച്ചുകൊണ്ട് ഫോണിലിങ്ങനെ നോക്കിയിരിക്കുകയാണ്. നന്ദു എന്ന് വിളിച്ചിരുന്നെങ്കിൽ അവളുടെ ശബ്ദം ഒന്ന് കേട്ടിരുന്നെങ്കിൽ കുറച്ചൊന്ന് ആശ്വാസമായെന്ന് അവനിങ്ങനെ കരുതുന്നുണ്ട്. ഇതേ സമയത്തായിരിക്കും അങ്ങോട്ടേക്ക് അനാമിക കോൾ ചെയ്യുന്നത്. പെട്ടെന്ന് അവൻ അനാമികയുടെ ഫോണ് കട്ടാക്കുകയാണ്. ദേഷ്യപ്പെട്ടുകൊണ്ട് പെട്ടെന്ന് അവൾ വീണ്ടും വിളിക്കുന്നുണ്ട്. വീണ്ടും അവൻ ആ ഫോണ് കട്ട് ചെയ്ത് വിടുകയാണ്. ഇതിന് മനസ്സിൽ പറയുന്നുണ്ട്, കല്യാണമൊക്കെ ഉറപ്പിച്ചെന്ന് പറഞ്ഞാലും അവളോട് എനിക്ക് തുള്ളി പോലും ഇഷ്ടം തോന്നുന്നില്ല. എന്റെ മനസ്സിനറിയാം നന്ദു മാത്രമേ ഉള്ളൂ. നന്ദുവിനോട് സംസാരിക്കാൻ എനിക്കിഷ്ടം. ഇവളോട് സംസാരിക്കാനോ കാണാനോ പോലും എനിക്ക് താല്പര്യം എന്നൊക്കെ അവനിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ നന്ദുവിനെ അങ്ങോട്ടൊന്ന് വിളിച്ചു നോക്കാന്നും പറഞ്ഞിട്ട് നന്ദുവിന്റെ ഫോണിലേക്ക് അനു വിളിക്കുന്നുണ്ട്. അപ്പം അവൾ ഫോൺ ചാർജ് ചെയ്തിട്ടിരിക്കുകയായിരിക്കും. അപ്പൊ ആ ഫോൺ കാണുമ്പോഴേക്കും കനകാണ് ഫോൺ എടുക്കുന്നത്. പക്ഷെ അവളുടെ മനസ്സിൽ നിന്ന് എങ്ങനെയെങ്കിലും അവനെ ഇറക്കാൻ നോക്കുമ്പോൾ അനന്തപുരിലെ ചെറുക്കൻ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്നും പറഞ്ഞിട്ട് കനകം ഫോൺ എടുക്കുന്നുണ്ട്. എന്താ മോനെ വിളിച്ചതെന്ന് ചോദിക്കുകയാണ്. ആന്റി നന്ദു എന്തെങ്കിലും ചോദിക്കുമ്പോൾ അവള് ബാത്റൂമിലാ മോനെ എന്ന് പറയുന്നുണ്ട്. എന്താ മോനെ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ എന്തെങ്കിലും പറഞ്ഞോ ചോദിക്കുമ്പോൾ ഒന്നുമില്ലാണ്ടി ഞാൻ വെറുതെ ഇരുന്നപ്പോ വിളിച്ചതാന്ന് പറയുന്നു. വെറുതെ ഒക്കെ ഇരിക്കും മോന് സമയമുണ്ടോ? കല്യാണം വിളി പോലും തുടങ്ങിയിട്ടില്ലെന്ന് പറഞ്ഞല്ലോ. മോ കല്യാണമൊക്കെ വിളിച്ച് അതിനുള്ള പരിപാടിയൊക്കെ നോക്ക്. പെട്ടെന്ന് ഇനി സമയം അധികം ഇല്ലല്ലോ. ഞാൻ വരുമ്പോ പറഞ്ഞേക്കാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് കാരണം ഫോൺ കട്ടാക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ചെറിയ എന്തോ സംശയം തോന്നുന്നുണ്ട് കേട്ടോ. കാരണം അവരിങ്ങനെയൊക്കെ സംസാരിച്ച് പെട്ടെന്ന് ഫോൺ കട്ടാക്കിയല്ലോ, അതുകൊണ്ട് തന്നെ അവന് സംശയം തോന്നുന്നുണ്ട്. അങ്ങനെ അവൻ സങ്കടപ്പെട്ട് വീണ്ടും ഇരിക്കുകയാണ്. അനാമികയാണെങ്കിൽ അവൻ വിളിച്ചപ്പോ ഫോൺ കട്ടാക്കിയതിന്റെ ദേഷ്യത്തില് കലിപ്പിൽ ഇങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നയനയും നവ്യങ്ങൾ കൂടിയിട്ട് ഒരു ഹോട്ടലിൽ പോയല്ലോ, ഒരു കോഫി ഷോപ്പിൽ പോയല്ലോ. അവിടെ ചെന്നിരുന്നിട്ട് അവരിങ്ങനെ നിർമ്മലിനെ കുറിച്ച് ചർച്ച ചെയ്യാണ്. അതേ സ്ഥലത്ത് തന്നെ ആദർശം പോയിരിക്കുന്നുണ്ട്. എന്നിട്ട് ഇവരെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അങ്ങനെ നയന പറയുന്നുണ്ട്, അവൻ ഒരു പക്ഷേ ഇങ്ങോട്ടേക്ക് എപ്പോഴും വരുന്നതായിരിക്കും. അവൻ ആ സൈഡിലാണ് ജിമ്മെന്നുണ്ടെങ്കിൽ ഇവിടെ അന്വേഷിച്ച് തീർച്ചയായിട്ടും അവന്റെ കാര്യം അറിയാം. ചേച്ചി ഒന്നുകൂടെ ഒന്ന് വിളിക്കാൻ പറയുമ്പോഴേക്കും ഫോണ് സ്വിച്ച് ഓഫ് ആണ് എന്ന് നവ്യ പറയുന്നുണ്ട്. അപ്പോഴേക്കും നയന ഇങ്ങനെ ആദർശം നോക്കിയുമ്പോഴേക്കും നയനയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ആദർശാണെന്നുള്ള കാര്യം. നയന ചിരിക്കുകയാണ്. അപ്പൊ നവ്യ ചോദിക്കുകയാണ്, നീ എന്താ ചിരിക്കുന്നതെന്ന്. ഒന്നുമില്ല ചേച്ചി, ഓരോ കാര്യങ്ങൾ ആലോചിച്ചാന്ന് പറയുന്നു. നവ്യ പറയണ സിംഗ് കണ്ടില്ലേ കുറെ നേരം നമ്മളെ തന്നെ നോക്കുകയാണെന്ന് പറയുമ്പോൾ ഞാൻ ശ്രദ്ധിച്ച് ചേച്ചി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആദർശ് മനസ്സിലാക്കുകയാണ്, അവട്ട് നമുക്ക് മുഖം കൊടുക്കണ്ട, സേവിയയുടെ കണ്ണ ഇനി ഉടനെ കണ്ടുപിടിച്ചാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവനോട് ഇരിക്കുന്നുണ്ട്. എന്നിട്ട് എന്തായാലും നമുക്ക് അങ്ങോട്ടൂടെ പോയി അന്വേഷിച്ച് നോക്കാം, മാനേജറോട് ചോദിക്കാനും പറഞ്ഞിട്ട് നയന നവ്യങ്ങൾ കൂടിയിട്ട് മാനേജറോട് പോയി ചോദിക്കുന്നുണ്ട്. ഇയാളെ അറിയാമെന്ന് ചോദിച്ച് ഫോട്ടോ കാണിക്കുമ്പോൾ ഇത് നിർമ്മൽ സാറല്ലേ ജിമ്മൊക്കെ നടത്തണമെന്ന് പറയുമ്പോൾ ആണോ അറിയാമോ, എന്താ വലിയ കല്യാണാലോചനയ്ക്കും ആണോ ചോദിക്കുമ്പോൾ അതൊന്നും അല്ല, വേറെ കാര്യത്തിനാ. ഇയാൾ ആളങ്ങനെ ചോദിക്കുമ്പോൾ നല്ല മാന്യനാണ്, കുഴപ്പമൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ആ സിംഗ് കണ്ടോ കുറെ നേരം ഞങ്ങളെ തന്നെ നോക്കുക, ഒരുമാതിരി പെമ്പിള്ളേരെ കണ്ടിട്ടില്ലാത്ത പോലെ എന്ന് അവർ പറയുന്നുണ്ട്. നിങ്ങൾ അങ്ങോട്ടേക്ക് മൊപ്പൊക്കോ, ഞാൻ ഇയാളുടെ കാര്യം ഏറ്റോളാന്ന് പറഞ്ഞിട്ട് മാനേജർ പറയുന്നുണ്ട്. അങ്ങനെ നയനയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ആദർശാണെന്ന്. പെട്ടെന്ന് ആ മാനേജർ പോയിട്ട് ആദർശിനെ പിടിച്ച് പൊക്കുക. ആദർശി പറയണ എടോ അതിന്റെ ഭാര്യയാണോ എന്ന് പറയുമ്പോഴേക്കും ആണോ മേഡം ചോദിക്കുമ്പോൾ അല്ലാന്നും പറഞ്ഞിട്ട് നയന ചിരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്നുണ്ട്. അപ്പോഴേക്കും ആദർശിയുടെ സത്യമായിട്ട് ഞാൻ അവളുടെ ഭർത്താവാന്ന് പറയുമ്പോഴേക്കും പലരും കാമുകയെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഭർത്താവാണെന്ന് ആദ്യമായിട്ട് പറഞ്ഞെന്ന് പറയുമ്പോഴേക്കും എടോ എന്ന് പറഞ്ഞിട്ട് ആ തൊപ്പിയും കണ്ണാടിയും ഇതൊക്കെ അഴിക്കുന്നുണ്ട്. ഓഹോ വേഷം മാറി പെമ്പിള്ളേരെ മാല പൊട്ടിക്കാൻ ഇറങ്ങിയതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. എടോ സത്യമായിട്ട് അതിന്റെ ഭാര്യ തന്നെയാണെന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്ത് കാണിക്കുകയാണ് നയനയുടെ ഈവന്റെയും കൂടെ ഫോട്ടോ. പിന്നെ എന്തിനാണോ താന് അവളെ ഫോളോ ചെയ്യാൻ പോയെന്ന് ചോദിക്കുമ്പോൾ അത് വേറൊരു കാര്യത്തിലെന്ന് പറയുമ്പോൾ ഓഹോ താനപ്പോ ഒരു സംശയരോഗിയാണ് അല്ലെങ്കിൽ ചോദിക്കുകയാണ്. സംശയരോഗിയോ ഞാനോ എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാ ഭാര്യമാരെ പുറകെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നത്, ആ കുട്ടിയെ കണ്ടാൽ തന്നെ അറിയാലോ നല്ല കുട്ടിയാണെന്ന്, പിന്നെ എന്തിനാ ആവശ്യമില്ലാതെ ഫോളോ ചെയ്തെന്ന് ചോദിക്കുമ്പോൾ തന്നോടെയും സർട്ടിഫിക്കറ്റ് ചോദിച്ചില്ല അങ്ങോട്ട് മാറുമെന്ന് പറഞ്ഞിട്ട് ആദർശ് ആകെപ്പാടെ ചമ്മിനാണ് കേട്ടോ അവിടെ എങ്ങനെ നിൽക്കുന്നുണ്ട്. അതും പാളി പോയില്ലെന്ന് പറഞ്ഞിട്ട് ആദർശ് അടങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അപ്കമിങ് ആയുള്ള റിവ്യൂസ് അത് വരാനിരിക്കുന്ന സ്റ്റോറീസ് ഒക്കെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മിസ് ആവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.